Hello everyone, so let us welcome you all to our show Table Talks Christian Podcast. Guys, ഇപ്പോൾ ആകെപ്പാടെ ന്യൂസിൽ ഒറ്റൊരു കാര്യം കേൾക്കാനുള്ളൂ, ഡ്രഗ്സ്. സോഷ്യൽ മീഡിയ ആണെങ്കിലും ഫേസ്ബുക്ക് പറഞ്ഞാലും ഇൻസ്റ്റ പറഞ്ഞാലും ഇവിടെ ആളെ പിടിച്ചു, ഇങ്ങനെ പിടിച്ചു, അങ്ങനെ പിടിച്ചു, ഫുൾ ഡ്രഗ്സിൻ്റെ സ്റ്റോറീസൊക്കെ. കേരളം ആകെപ്പാടെ മൊത്തം ഡ്രഗ്സിൽ കേൾക്കുന്നേ ഉള്ളൂ ഇപ്പം. അതെ, ഇപ്പം ടി വി തുറന്നാൽ കേൾക്കുന്ന വാർത്ത മകൻ കഞ്ചാവിൻ്റെ ലഹരിയിൽ അമ്മയെ തല്ലിക്കുന്നു, അപ്പനെ തല്ലിക്കുന്നു. അത് മാത്രമേ ഇപ്പം ടി വി തുറന്ന് കേൾക്കാനുള്ളൂ അല്ലേ. എന്നല്ലേ ഇപ്പം എന്താ പറയുക, ഡ്രഗ്സ് ഒരു ട്രെൻഡ് പോലെ ആയി വരും ഈ കാലഘട്ടത്തിൽ. ആർക്കൊരു പേടിയില്ല, ഭയമില്ല. പക്ഷേ പണ്ടും ഇതുണ്ടായിരുന്നെന്നാണ് എൻ്റെ ചിന്ത. പക്ഷേ ഇതിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഒരു ഹൈക്കായി വരുന്നതേ ഉള്ളൂ. പണ്ടും ഇതുണ്ടായിരുന്നു, പക്ഷെ പാത്തും പതുങ്ങിയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ പണ്ടൊക്കെ വരെ കാട്ടിലും കുഴപ്പമെന്താന്ന് വെച്ചാ, കാണുവാണെങ്കിൽ ഒരാളെ കാണുള്ളൂ. ഇതെടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ ഒരു ന്യൂസ് ഇല്ല, അങ്ങനെ ഒരാളില്ല. ഒരു ഇത് കിട്ടാനുള്ള ഒരു പുറത്ത് അറിയാനുള്ള ഒരു ഇതൊന്നും ഇല്ല പണ്ടൊരു കാലത്ത്. പക്ഷെ എന്ത് നടന്നാലും അല്ലാതെ തന്നെ ആരെങ്കിലും വീഡിയോ എടുക്കും. അത് 1.5 ഗ്രാമാണെ പോലും ഇപ്പൊ വലിയ കേസാ. അതെ. ഇപ്പം എന്താ പറയുക, സ്കൂൾ പിള്ളേർക്ക് വരെ അവർക്ക് വേറെ ഇതിലേ പറ്റൂല. സ്കൂളിൽ വരെ ഇതൊരു ബിസിനസ്സാക്കി മാറ്റിയ ഓരോ ഏരിയയിലും ഓരോ ഏജന്റുമാരെ വെച്ചേക്കുക. കാരണം അവർക്ക് നല്ല ഒരു ഇൻകം ആണ്. അവർ വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു പൈസ കിട്ടും. പക്ഷെ അവര് മറ്റൊരു ന്യൂ ജനറേഷനെ മോശത്തിൽ എത്തിക്കുന്നെന്നുള്ള ചിന്ത അവർ നോക്കുന്നില്ല. അവർക്ക് അവർ ആഗ്രഹിക്കുന്നത് പോലെ പൈസ കിട്ടുന്നെന്ന് ചിന്തിക്കുന്നതുകൊണ്ട് അവർ പല രീതിയിലും ബിസിനസ്സുകൾ ഇങ്ങനെ ചെയ്തോണ്ട്. മണ്ണന്മാരെ നമ്മളെ മനസ്സിലാക്കുന്നില്ലല്ലോ. അതാണ് സത്യം. അറിയുന്നില്ല, നമ്മൾ ഇതിൽ അഡിക്റ്റ് ആയി ഇങ്ങനെ ജീവിച്ചു പോകും. ശരിക്കും പറഞ്ഞാല് നമ്മൾ അഡിക്റ്റ് ആവുന്നത് ഫസ്റ്റ് ടൈമേ. അഡിക്റ്റ് മീൻസ് ഫസ്റ്റേ നമ്മൾ അപ്പുറം പോയി തല്ലിക്കൊല്ലോ, അമ്മ പോയി കൊല്ലത്തുമില്ല. ഫസ്റ്റ് നമ്മളൊന്ന് ട്രൈ ചെയ്യുമ്പോൾ പിന്നെ ചെയ്യാൻ തോന്നും. ഇന്നും പൈസ വേണ്ടേ, ഏജന്റുമാർ പൈസ കൂട്ടി ചോദിക്കും. അപ്പം പൈസയ്ക്ക് വേണ്ടി പിള്ളേർ അമ്മയെടുത്ത് ചോദിക്കും, അമ്മ തരില്ല. പിന്നെ ഇങ്ങനെയാണ് പ്രശ്നം. ഫസ്റ്റിലായി ലാസ്റ്റ് ആത്മഹത്യ, കൊല, അങ്ങനെയൊക്കെ ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഇവർ ചെയ്തു വന്നത്. ഇവരും സുബോധ മനസ്സിലല്ല, പൈസയ്ക്ക് വേണ്ടി അവർക്ക് ഭ്രാന്തമായ സ്റ്റേജ്. ആ സ്റ്റേജ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഇവരെ അമ്മയപ്പനെ കൊല്ലുന്നത്. കാരണം ഒരു നടന്നൊരു ഇൻസിഡൻറ്റാ. ഒരു മകൻ കോളേജിൽ ഫീസാന്ന് പറഞ്ഞിട്ട് പൈസ മേടിക്കും, 1000-2000 രൂപ മേടിക്കും. സംഭവം ശരിക്കും ഫീസൊന്നും അല്ല, അത് അവൻ ഇത് മേടിക്കാൻ വേണ്ടിയുള്ള പൈസ കരുതുമായിരുന്നു. അപ്പോൾ ഇത് 1 പ്രാവശ്യം ചെയ്തു, 2 പ്രാവശ്യം ചെയ്തു. ഇത് എല്ലാ മാസവും ഇങ്ങനെ ഫീസ് വരുമ്പം പാരൻസിനും ചെറുതായ ഒരു ഡൗട്ട് അടിച്ചു, ഇതെന്താ സംഭവം, ഇങ്ങനെ ഫീസുണ്ടോ? അപ്പോൾ അവർ അത് അന്വേഷിക്കാൻ പോയപ്പോൾ അങ്ങനെ ഒരു ഫീസില്ല. വേറെ ഒരു വിറ്റെന്ന് പറഞ്ഞാൽ അവന് ഫീസ് അടയ്ക്കാൻ കൊടുത്ത പൈസ പോലും അവൻ അടിച്ചിട്ടില്ല. അതുവരെ അവൻ എന്ത് ചെയ്തു, പിന്നെ അറിഞ്ഞു വന്നപ്പോഴാണ് ഇവൻ ഇതിൽ അഡിക്റ്റ് ആയെന്നും ഇതിലായിരുന്നു അവൻ്റെ ഫുൾ പൈസ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇത് ശരിക്കും റിയലി ഇത് കേരളനെ എഫക്ട് ചെയ്യുന്നു. എങ്ങോട്ട് പോകുന്നവരും ഒരു പിടുത്തം കിട്ടാത്ത ഒരു സ്റ്റേജിലായിപ്പം സൊസൈറ്റി. സത്യം പറഞ്ഞാൽ ഇതിന് അഡിക്റ്റ് ആവാനുള്ള ഏക കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ഹാലോസിനേഷനാണ്. എന്ന് വെച്ചാൽ അത് എടുക്കുമ്പോൾ ഉള്ള ആ ഒരു ധൈര്യം, എത്ര ധൈര്യമില്ലാത്ത വ്യക്തിയാണേലും അത് എടുക്കുമ്പോൾ ഒരു ഇതായിരിക്കും. എന്ന് വെച്ചാൽ ഒരു ഇതായിട്ട് പറയുകയാണെങ്കിൽ, ബോഡി ലാംഗ്വേജ് പറയുകയാണെങ്കിൽ, കൈ വിറയ്ക്കുന്ന ഒരു വ്യക്തിക്കെതിരെ നമ്മൾ ഒരിക്കലും തല്ലാൻ പോകരുതെന്നുണ്ട്. കാരണം അപ്പം അയാളുടെ ഡോപ്പമിൻ ലെവല് ഹൈക്കിലായിരിക്കും ഉണ്ടാകുന്നത്. കാരണം ആ സമയത്ത് ഇപ്പം എത്ര കൊടുത്തെന്ന് വെച്ചാലും പുള്ളിക്കിട്ട് എത്ര ഇടി കിട്ടിയാലും പുള്ളിക്ക് വേദന എടുക്കൂല. അതാണ് ആ ഒരു ഇതാകുമ്പോൾ പിന്നെ ആരും ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയാണ് എല്ലാവരും ചെയ്യുന്നത് തന്നെ. അതുപോലെ ഇപ്പം പലയിടത്താണേലും ഇപ്പം ഒരു മാസ് കാണിക്കാൻ വേണ്ടി ഇപ്പം വരുവാണെങ്കിൽ ഇങ്ങനെ പിടിച്ചോണ്ട് വരുന്ന പോലെയൊക്കെ കാണിക്കും. സത്യം തന്നെ ഈ ജനറേഷനിലുള്ള പിള്ളേരെന്ന് പറയുമ്പോൾ, ഈ ജനറേഷൻ ഒരു 18-19 ഒക്കെ ആകുമ്പോൾ അവർക്കൊരു ആണെന്നുള്ള പക്വതയിൽ അവരുടെ ചിന്ത എന്ന് പറയുന്നത് ഒരു 4 പെഗ് അത് വലിച്ച് ആ ഒരു സ്റ്റേജ് അവർ ചിന്തിക്കും. അങ്ങനെയാണ് അവരിപ്പോൾ ഒരു ആണെന്ന നിലയിൽ അവർ കണക്കാക്കുന്നത്. അങ്ങനെ പോയി കഴിയുമ്പോൾ നമ്മുടെ ഈ യൂത്തിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു യൂത്ത് നമ്മുടെ നാട്ടിൽ കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. പക്ഷേ എടാ, ഈ ഡ്രഗ്സ് തന്നെ അനേകം ആൾക്കാരുടെ കരിയർ തന്നെ കളഞ്ഞിട്ടുണ്ട്. ഇപ്പം കേസ് പറയുകയാണെങ്കിൽ തന്നെ റബാഡ, പോഗ്ബ, അവരുടെയൊക്കെ
ഒരു പോസിറ്റീവ് കേസ് വന്നു എന്ന് റിപ്പോർട്ട് വന്നത് കൊണ്ട് മാത്രം അവരുടെ കരിയർ പോയിട്ടുണ്ട്. റബാഡെ 1 മാസത്തേക്ക് ഇപ്പൊ സസ്പെൻഡ് ചെയ്തതിന്റെ ഒക്കെ കേസ് ഉണ്ടായിരുന്നു. അതേപോലെ പോഗ്ബയ്ക്ക് ഡോക്ടർ കൊടുത്ത മരുന്ന് മാറിപ്പോയത് കൊണ്ടാണ് അവന് 6 മാസം. കുറെ ഇൻജസ്റ്റിസ് നടക്കുന്നുണ്ട്, അവര് ചെയ്യാത്ത പോലും ചെയ്തെന്ന് പറഞ്ഞു. അത് ഈ പോഗ്ബയുടെ കേസിൽ വരുന്നത് എന്താ 6 വർഷം അങ്ങോട്ട് പുള്ളിയുടെ 3 വർഷം അങ്ങോട്ട് പോയി. പുള്ളിക്ക് ഇപ്പം തിരിച്ചു വരാനായിട്ട് ഫുൾ ഫിറ്റായി. അതങ്ങനെ കേസ് തെളിഞ്ഞു വന്നപ്പം ഇപ്പൊ ഒരു ക്ലബ്ബും എടുക്കുന്നില്ല. കാരണം പുള്ളിയുടെ ഏജ് കഴിഞ്ഞു, ഒരു ഫിറ്റ്നസ് ഒക്കെ തീരാൻ ഇനി ആ പെർഫോമൻസ് ഒന്നും വരത്തില്ല. പിന്നെ അയാളുടെ വാല്യൂം കൂടെ അവിടെ കുറയുക. അങ്ങനത്തെ ഒരു കേസ് ഉണ്ടായതുകൊണ്ട് അവരുടെ വാല്യൂം കൂടെ അപ്പം കൂടെ കുറയുക. പുള്ളിക്ക് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ആ ഒരു ഡ്രഗ്സിലൂടെ തന്നെ വന്നു. അപ്പം എത്ര നല്ല വ്യക്തിയാണേലും കുടുങ്ങിപ്പോയ ആ ഒരു ലൂപ്പിൽ തന്നെ പെട്ടുപോകും. വൺസ് എത്തീവ് ഓൾവേസ് എത്തീവ്. ഒരു പ്രാവശ്യം കള്ളെന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ കള്ളെന്നേ വിളിക്കും. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ വന്ന് പെട്ടുപോകുന്ന ചിലപ്പം ഇവർ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഡിപ്രഷൻ, ഫാമിലി ഇഷ്യൂ, അതുകൊണ്ടൊക്കെ ഇപ്പം ഡ്രഗ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ അത് പിന്നെ പയ്യെ വന്ന് അഡിക്റ്റ് ആവുന്നതാണ്. അവിടെ പണ്ട് കാര്യമില്ല, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കി നമുക്ക് ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അവർ ഇങ്ങനെ ഡ്രഗ്സിലേക്ക് പോകുന്നത്. കാരണം അവർക്ക് മൈൻഡ് റിലാക്സ് കിട്ടണം. അവർക്ക് ഇത് കുറിച്ചുള്ള മെയിൻ സംഭവം നമ്മളല്ല അല്ലാതെ ആകുക. അതുകൊണ്ടാണ് സ്വന്തം മകൻ പോലും അപ്പനമ്മയെ വെട്ടിക്കൊല്ലുന്നത്. കാരണം അവരല്ല ചെയ്യുന്നത്, അവരുടെ ഉള്ളിൽ ഡ്രഗ്സാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് അല്ലേ. പിന്നെ ലാസ്റ്റ് ആയിരിക്കും അവർക്ക് ഇതൊക്കെ ഓർമ്മ വരുന്നത്, ഞാനാണ് എൻ്റെ അമ്മയെ കൊന്നത്, ഞാനാണ് അച്ഛനെ കൊന്നത്. അവർക്ക് പിന്നെ ആയിരിക്കും സംഭവം മനസ്സിലാക്കുന്നത് തന്നെ അല്ലേ. അതെ അതെ ശരിയാ. ഇപ്പം വന്ന് എന്താ പറയുക, ബോയ്സ് പോട്ടെ, വന്ന് ഇപ്പോൾ ഗേൾസ് വരെ ഡ്രഗ്സിന് അടിമയാകുന്ന സമയമാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ന്യൂസ് കേട്ടു, 2-3 പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടി വലിച്ചിട്ട് പാടത്ത് കിടക്കുന്ന ഇങ്ങനെ കിടക്കുക. ലാസ്റ്റ് 2-3 ഏട്ടന്മാരെ പിടിച്ചിട്ട് കൊണ്ടുപോയി എന്താ വീട്ടിൽ കൊണ്ടാക്കിയത്. 2-3 സ്കൂൾ കുട്ടികളും ഞാൻ ന്യൂസ് കേട്ട് തോന്നില്ലേ, സ്കൂൾ കുട്ടികൾ അങ്ങനെ ഇങ്ങനെ എവിടെയോ പാലത്തോ അവിടെ പോയി ഇങ്ങനെ വലിച്ചിട്ട് അങ്ങനെയൊക്കെ എന്തോ ന്യൂസ്. പുള്ളിപ്പം കുട്ടികൾ വരെ തന്നെ ഇതിലേക്ക് പയ്യെ വന്നുകൊണ്ടിരിക്കുക. എടാ അതിന് ഏജന്റ് വേണമെന്നൊന്നുമില്ല. ഒരാൾക്ക് അതിനുള്ള ക്രേവിങ്സ് ഉണ്ടെങ്കിൽ അയാൾ അതിനുവേണ്ടി എന്തായാലും പോകും. ഇപ്പം എനിക്ക് അറിയുന്ന ആൾക്കാർ വരെ ഉണ്ട് മംഗലാപുരത്തേക്ക് ചെറിയൊരു രീതിയിലുള്ളൊരു മയക്കുമരുന്നിന് വേണ്ടി പോകുന്നവർ. അപ്പം ഇത് ഒരു രീതിയിലുള്ള അഡിക്ഷൻ തന്നെയാണ്. അപ്പം അത് കിട്ടാൻ വേണ്ടി അവർ എവിടം വരെ ആണെങ്കിലും പോകും. അപ്പം ജസ്റ്റ് ആ അഡിക്ഷനെ കൺട്രോൾ ചെയ്യാനേലും അവരൊന്ന് ഒരു മനസ്സുണ്ടാവണം. ഇതിന് എനിക്ക് മെയിൻ എക്സ്പോർട്ട് മംഗളാന്ന് തോന്നുന്നു. എല്ലാ ആൾക്കാരും മംഗളാപുരത്തേക്കാണ് പോകുന്നത് അല്ലേ. എൻ്റെ കൂട്ടത്തിലും ചില ഞാൻ പഠനം കേട്ടിട്ടുണ്ട് ഇങ്ങനെ, എടാ നമുക്ക് പോവാം മംഗളത്ത് പോവാം, മംഗളാപുരത്ത് പോവാം എന്നൊക്കെ പഠനം കേട്ടിട്ടുണ്ട് ഞാൻ. പിശാചിന് മനസ്സിലായി പിശാചിന്റെ സമയം ഏകദേശം കഴിയാനായിരുന്നു. അപ്പൊ എങ്ങനെയെങ്കിലും അന്ത്യകാലത്ത് ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ ദുർഘട സമയങ്ങൾ വരും. അപ്പം എങ്ങനെയെങ്കിലും പിശാചിന്റെ പ്രവൃത്തി തീർക്കണം. എങ്ങനെയെങ്കിലും അവന്റെ വലയിൽ എത്ര ആൾക്കാരെ ഇടാൻ പറ്റുമോ മാക്സിമം ആക്കാനല്ല. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ ശരിക്കും പേടിച്ച് ഭയപ്പെട്ട് ജീവിക്കേണ്ട ടൈം. അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പം സ്കൂളിലും തുറക്കുന്ന ടൈം ആയല്ലോ, ജൂൺ മാസം ആയല്ലോ. പിന്നെ ഇപ്പം ഈ കുട്ടികൾ പാരൻസിൽ നിന്ന് മൊത്തം ഹോൾ ഡേ നമ്മുടെ സ്കൂളിലാണ്. അവർക്ക് പേരൻസായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പോൾ അവരുടെ ഫ്രണ്ട്ഷിപ്പ് പോയിരിക്കും അവരുടെ ഭാവി ജീവിതം. ഇപ്പോഴത്തെ എന്താ പറയുക മിക്ക കുട്ടികളുടെയും എന്താ പറയുക കാഴ്ചപ്പാട് വലിച്ചാൽ മാത്രം വലിയ സംഭവമാണ്. അതുപോലെ തന്നെ അങ്ങനെ എല്ലാ കുട്ടികളെയും ഇപ്പം വശീകരിക്കാൻ വേണ്ടി തന്നെ ഒരു ഗ്യാങ് തന്നെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ആസ് എ പെന്തക്കോസ്റ്റൽ അല്ലെങ്കിൽ ആസ് എ ക്രിസ്ത്യാനിറ്റി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആരുടെയും ഇൻഫ്ലുവൻസിൽ പെടാൻ പാടില്ല എന്നാണ്. ശരിക്കും നോക്കിക്കേ, ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത് ആദാം ഒറ്റയ്ക്കായിരുന്നപ്പം അവിടെ ഒന്നും സംഭവിച്ചില്ല, ഒരു പാപം ഒന്നും വന്നില്ല, പാമ്പ് വന്നില്ല, ഒന്നും വന്നില്ല. പക്ഷെ ആദാമിന്റെ കൂടെ ഹവ വന്നു കഴിഞ്ഞപ്പം ഹവ ഈസ് ഇൻഫ്ലുവൻസിങ് കാണിച്ചു കൊടുക്കുക, ഇത് കഴിച്ചാൽ ഇങ്ങനെ സംഭവിക്കും. ആദാം ചിന്തിക്കാത്തത് പോലെ ആയിരിക്കാം, എൻ്റെ ഭാവനയിലാണ്. ചിലപ്പോൾ ആദാം അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകത്തില്ല. പക്ഷെ ആ ഇൻഫ്ലുവൻസ് ആണ് ആദാമിനെ കൊണ്ടും അത് ചെയ്തു. അതാണ് നോക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആസ് എ യൂത്ത്സ് അല്ലെങ്കിൽ ആസ് എ സ്കൂളിൽ പോകുന്ന ഒരു കിഡ്സ് അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് എന്തായിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം.
അതിനെ ശരിക്കും മനസ്സിലാക്കി തരുന്നത് നമ്മളെ പരിശുദ്ധാത്മാവാണ്. എടാ ഇപ്പോൾ ഒരാൾ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് കയ്യിലേക്ക് നീട്ടി തരുമ്പോൾ നമ്മളത് റെസിസ്റ്റ് ചെയ്യാനൊരു കോൺഫിഡൻസ് നമുക്ക് വേണം. അത് വേണം, അത് നമുക്ക് എന്തായാലും വേണം. പക്ഷെ ചില ആൾക്കാരുടെ ഉള്ളിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നൊരു ചിന്ത ചില ആൾക്കാരുടെ ഉള്ളിൽ വരും. അങ്ങനെ ആയിരിക്കണം. ഒരു യൂത്ത്സിന്റെ ഉള്ളിലായിട്ടുണ്ടാവും. അത് മറികടക്കാനാണ് പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ്. അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ അതിനു വേണ്ടിയാ. അപ്പോൾ ആ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പാടില്ല. ദാറ്റ്സ് ദ ഫസ്റ്റ് പോയിന്റ്. ആ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ അതിനകത്ത് അഡിക്റ്റ് ആവും. അത് ഫസ്റ്റ് ടേസ്റ്റിൽ നമ്മളെ കണ്ടിട്ടില്ലേ, മറ്റേ പണ്ട് എലീനെയൊക്കെ പിടിക്കാൻ വേണ്ടി ചെയ്യുന്ന ട്രാപ്പ്. ആ ട്രാപ്പ് എന്ന് പറയുന്ന ഒറ്റയടിക്ക് ട്രാപ്പല്ല, കുറച്ച് ഇങ്ങനെ ഓരോ ഭക്ഷണം ഇങ്ങനെ മുന്നി വെച്ച് കൊടുക്കും. മെല്ലെ കഴിക്കും, കുഴപ്പമൊന്നുമില്ല, അടുത്തതും കഴിക്കും, കുഴപ്പമൊന്നുമില്ല. ആൻഡ് ഫൈനലി ആ ട്രാപ്പിനകത്തുള്ളത് കഴിക്കുമ്പോഴാണ് അന്നേരം എലിക്ക് മനസ്സിലാവുക ഞാൻ പെട്ടു എന്ന്. അത് വരെ എലിക്ക് മനസ്സിലാവില്ല. അപ്പം സത്യം കേട്ടോ, പിന്നെ മോചനമില്ല. അതേപോലെ ഇത് പറഞ്ഞത് പിന്നെ മോചനമില്ല. പിന്നെ രക്ഷപ്പെടണമെങ്കിൽ ഒരു വലിയ ഒരു 10 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയൊക്കെ വെച്ച് വല്ല പാസ്റ്റർമാരെയൊക്കെ വിളിച്ചോണ്ട് വന്ന് നമ്മള് ആകെപ്പാടെ കുറച്ച് ഭാഗ്യം പോലെ ഇരിക്കും. പിന്നെ അതിൽ നിന്ന് തിരിച്ചു വരണമെങ്കിൽ അതിനൊരു വിൽ പവർ എന്തായാലും വേണം. അത് ശരിയാണ്. പിന്നെ അതിൽ നിന്ന് തിരിച്ച് ഇറങ്ങാൻ പറ്റുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ചുരുക്കം ചിലരുണ്ടാവുള്ളൂ. എല്ലാരും പറയാൻ എന്താണ് എൻകറേജ് ചെയ്യാൻ വേണ്ടി കുറെ പേര് പറയും അതൊക്കെ നടക്കും. പക്ഷെ എടാ അവരെ ഒന്ന് പിന്താങ്ങാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് പ്രോത്സാഹിക്കാനോ ആരും ഉണ്ടാവത്തില്ല. എന്നാലോ നാട്ടിൽ മൊത്തം പറഞ്ഞു നടക്കാനും കുറെ പേരുണ്ടാവും. അവരുടെ ഫാമിലീസേ ഉണ്ടാവത്തുള്ളൂ അവർക്ക്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ട് നമ്മൾ മാത്രമല്ല അനുഭവിക്കാൻ പോകുന്നത്. നമ്മുടെ പാരൻസ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ ബിലോഡ് മെമ്പേഴ്സ് ആയിരിക്കും ശരിക്കും അവരെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം ആസ് എ കിഡ്സ് ആണെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടത്, ആസ് എ യൂത്ത്സ് ആണെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ഇറ്റ്സ് കോൺസിക്വൻസസ് മുന്നിൽ കാണണം. കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിൽ പ്രോബബ്ലി ഇങ്ങനത്തെ കുറുക്കിൽ നിന്നും അല്ലെങ്കിൽ ഇങ്ങനത്തെ ടെംപ്ടേഷൻ നിന്നും വലയിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം രക്ഷ പ്രാപിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. കാരണം ഞാൻ എൻ്റെ ഇപ്പം 30s അല്ലെങ്കിൽ 29 ഞാൻ എൻ്റെ ഏജ്. അപ്പം ഞാൻ എൻ്റെ ജോലി സ്ഥലത്തും കോളേജ് ലൈഫിലും ഒക്കെ എനിക്ക് ആരുണ്ട് ഫ്രണ്ട്സ്, കുടിക്കുന്നവരുണ്ട്, വലിക്കുന്നവരുണ്ട്. പക്ഷെ അവരൊക്കെ എന്നോട് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നോ എന്ന് ഞാൻ പറഞ്ഞു. അതാ അവർക്ക് നാണക്കേടാ. ചിലര് വിചാരിക്കും ഒന്ന് കുടിച്ചാൽ ആരും അറിയത്തില്ല എന്താ ഉണ്ടാവാനാന്ന്. അത്രേ ഉള്ളൂ. ആരും അറിയുന്നില്ലല്ലോ, ആരും കാണുന്നില്ലല്ലോ. ചിലര് നാണക്കേട് കൊണ്ട് കുടിച്ചു പോകുന്നവരുണ്ട്. മീൻസ് ഫ്രണ്ട്സ് തിക്ക് ഫ്രണ്ട്സ് ആയിരിക്കും. ആ തിക്ക് ഫ്രണ്ട് ആയിരിക്കും പറയുന്നത് എന്ന് കുടിച്ചു നോക്കടാ. അപ്പം ആ നോ പറഞ്ഞാല് എടാ ഇപ്പൊ ക്രിട്ടിസൈസ് ചെയ്യുന്നവർ വരെ ഉണ്ടാവും, നീ പെണ്ണല്ലേ എന്നൊക്കെ വെച്ച് കളിയാക്കുന്നവർ. പിന്നീട് അതിന്റെ പേരിൽ മാനസികമായിട്ട് തളർത്തുന്നല്ലേ, മാനസികമായിട്ട് പരമാവധി തളർത്തുന്നു. പണ്ട് എൻ്റെ മമ്മിയുടെ ഫ്രണ്ട്സിൽ ആരോ പറഞ്ഞൊരു കാര്യം, നല്ല പെന്തക്കോസ്റ്റൽ ഫാമിലി ഉള്ള ഒരു ചേട്ടായി നന്നായി പഠിക്കുമായിരുന്നു, നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടുന്നതിൻ്റെ തലേന്ന് ചേട്ടായുടെ ഫ്രണ്ട്സുമായിട്ട് ബീച്ചിൽ പോയി. അപ്പം ചേട്ടായുടെ ഒരു ഗേൾ ഫ്രണ്ട് വന്ന് പറഞ്ഞടാ ഒന്നിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അപ്പം ഈ പെണ്ണ് പറഞ്ഞു നീ ആണാണെന്ന് തെളിയിക്കാനായിട്ട് നീ ഇത് എടുക്കാൻ പറഞ്ഞു. അപ്പം ഇവൻ ആണാണെന്ന് തെളിയിക്കണം. അവൻ ജസ്റ്റ് ഒന്ന് എടുത്തു. ബട്ട് പിന്നീട് അവൻ അത് ഭയങ്കരമായിട്ട് അഡിക്റ്റായി. പിന്നെ അത് യൂസ് ചെയ്ത് പ്രശ്നം ഈ ചോദ്യത്തിന് നമ്മൾ എങ്ങനെ, കാരണം അതിനൊരു മറുപടി ഇല്ല. ഞാൻ ആണെന്ന് എങ്ങനെ ഞാൻ തെളിയിക്കാം? അങ്ങനെ ഒരു വലിയ, അപ്പം അത് തെളിയിക്കാൻ അത് ശരിക്കും ഒരു ട്രാപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആനാന്ന് നീ തെളിയിക്കാൻ, കാരണം നമ്മൾ അതിന് എന്ത് മറുപടി പറയാ? അത് മറുപടി പറയാൻ ശരിക്കും പിന്നീട് ആ പുച്ഛത്തോടെ എന്താ പറയാ, വാക്ക് പറഞ്ഞ് നമുക്ക് ജയിക്കാൻ പറ്റൂല. അങ്ങനെയുള്ള ഒരു എന്താ അവർക്കൊരു മനസ്സ് അല്ലെങ്കിൽ മനസ്സിന് ഒരു കട്ടിയില്ല എന്നുള്ളതാണ് എല്ലാത്തിലും കാണാൻ പറ്റുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം നമ്മളെല്ലാരും സെയിം വ്യൂ ഓഫ് പോയിന്റിലായും കൊണ്ടാ നമ്മൾ ഒറ്റയ്ക്ക് ഒരു 10 പേരുടെ കൂട്ടത്തിൽ പോയിട്ട് നിൽക്കുമ്പോ ഈ ചോദ്യം ചോദിക്കുമ്പോ നമ്മൾ ശരിക്കും നമ്മൾ വിറയ്ക്കും. നമുക്ക് ഉത്തരം ഉണ്ടാവൂല, നമുക്ക് പോയിന്റ് ഉണ്ടാവില്ല, ചോദ്യം ഉണ്ടാവില്ല, ഉത്തരം ഉണ്ടാവില്ല. നമ്മൾ ആകെപ്പാടെ ഫുൾ കൺഫ്യൂസ്ഡ് ആയിട്ടായിരിക്കും. എടാ നമ്മളിപ്പോ ഒരാളോട് ചോദിച്ചു നീ എന്തിനാ കുടിക്കുന്നതെന്ന്, അപ്പൊ അവൻ പറയുന്നത് ഇത് എന്റെ ഇഷ്ടമല്ലേ എന്നാ.
ശരിയാ. ആക്ച്വലി ഇപ്പൊ എന്ത് പറഞ്ഞാലും അവര് പറയുന്നത് എന്റെ ഇഷ്ടം നീ ആരാന്നാ. ഉപദേശിക്കാൻ പോലും ഇപ്പം ഓൾ റൈറ്റ്സ് ഉണ്ട്, അത് കറക്റ്റാണ്, അവർക്ക് അവിടെ ഇഷ്ടമാണ്. പക്ഷെ ഒരു വ്യക്തി ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ആളാണെങ്കിൽ ഒരിക്കലും അത് ചെയ്യില്ല. കാരണം ലാസ്റ്റ് പോയിന്റ് എന്തായാലും അല്ലെങ്കിൽ ഒന്നെങ്കിൽ മാനസികം അല്ലെങ്കിൽ മരണം. അല്ലടാ ഇതൊക്കെ വെച്ചിട്ട് അവർക്ക് ഡിസീസസ് വരൂലേ? എത്ര ലങ്സിലൊക്കെ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഏത് സൈക്കാട്രിസ്റ്റ് കണ്ടൊരു കാര്യമില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന, ഈവൻ നമ്മൾ ഫുൾ ടൈം ആത്മിക ജീവിതം അല്ലല്ലോ. നമ്മൾ മാക്സിമം ഇപ്പം സ്കൂൾ തുടങ്ങാനായി, സ്കൂൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 12 hours നമ്മൾ സ്കൂൾ ലൈഫും കാര്യങ്ങളായിട്ടുള്ള ട്യൂഷൻ അങ്ങനെയൊക്കെ ആയി. അപ്പം കൂടുതൽ നമ്മൾ സെക്യുലർ ലൈഫിലാണ് കൂടുതൽ നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കുന്നത്. അപ്പം അലിയത്തിന്റെ പിള്ളേർ ചർച്ച വരുന്നില്ല. ചർച്ചിൽ കൂടെ അലിയത്തിന്റെ പിള്ളേർ ആരും ഇപ്പൊ ചർച്ച വരുന്നേ വന്നിട്ട് ഇപ്പൊ എന്താ കാര്യം? ഒരു റോളും ഇല്ല. എന്നാലും അവർക്ക് രാവിലെ വരുക, ഉച്ചക്ക് എന്തേലും വാക്യം പറയാ, അവർക്ക് പോയി. ചർച്ച വന്ന അവർക്ക് ഒരു റോള് പോലെയാണല്ലോ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ പള്ളിയിലുള്ളത്. ഒരു ഇൻവോൾവ്മെന്റ് കൊടുക്കുന്നില്ല. പക്ഷെ ചില ചർച്ച കൊടുക്കുകയും ചുരുക്കം ചില ചർച്ച. ഒന്നാമത് മലബാറിൽ ഇപ്പൊ യവനക്കാര് ആരും മൈൻഡ് ആക്കുന്നില്ല. അതുകൊണ്ട് എന്താ പല യവനൊക്കെ പെന്തക്കോസ്റ്റ് തന്നെ വിട്ടുപോവുക. കാരണം അവരെ പറഞ്ഞ പെന്തക്കോസ്റ്റ് നിങ്ങൾ ആരും മിണ്ടാൻ പാടില്ല, ആരും തൊടാൻ പാടില്ല. ഈ അപ്പച്ചന്മാരെ അങ്ങനെ പഠിപ്പിച്ച് വെച്ചേക്കണം. അങ്ങനെയാണ് എടാ ഇപ്പൊ ഈ സമൂഹത്തിൽ തന്നെ പറയുന്നത്, ഇപ്പൊ ഞാൻ ഒരാള് ബന്ധക്കോസുകാരനാണ് എന്ന് പറയുമ്പം എന്നോട് ഇവര് പറയുന്നത് നിങ്ങൾ കമ്മലും മാല ഇടാത്ത ആൾക്കാരല്ലേ എന്നാ എന്നോട് ആദ്യം ചോദിക്കുന്നത്. അതെ, എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചെറുപ്പം തൊട്ട് നേരിട്ടൊരു ക്വസ്റ്റ്യൻ, നീ പെന്തക്കോസ്റ്റുകാരിയാണോ, നിന്റെ മമ്മിയെല്ലാം കമ്മലിടുമല്ലോ, നീ ഇടാത്ത? അപ്പൊ ചോദിക്കണം നിങ്ങൾ എന്തുകൊണ്ട് കമ്മൽ ഇടുന്ന ചോദിക്കണം. അല്ല ചോദിക്കണം എന്തുകൊണ്ടാ? ബിക്കോസ് സൗന്ദര്യം കൂട്ടാനല്ലേ. ദൈവം നമുക്കൊരു സൗന്ദര്യം തന്നിട്ടുണ്ടല്ലോ. എനിക്കത് ഇടാതെ എന്റെ അമ്മയ്ക്ക് സൗന്ദര്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങളത് ഇടുന്നില്ല. എടാ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അവർ ആ രീതിയിലുള്ള ടൈപ്പ് ചോദ്യങ്ങളാ ചോദിക്കുന്നത്. ചോദ്യങ്ങൾ ഇഷ്ടം പോലെ വരും. പക്ഷെ നമ്മളെ സൊസൈറ്റിയിൽ നമ്മളെ കാണുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടാ നമ്മള്, അവരുടെ വിചാരം നമ്മള് കമ്മലും മാലയും ഇട്ട് വെള്ളയും ഇട്ട് നടക്കുന്ന ആൾക്കാരാണ്. കൈകൊട്ടി പാടുന്നവര്. അത് ശരിയാ. അപ്പം ആസ് എ ക്രിസ്ത്യൻ അല്ലെങ്കിൽ സ്പിരിച്വൽ മാൻ എന്ന രീതിയിൽ നമ്മൾ ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യുമെന്നാണ് നമ്മുടെ മുമ്പിലുള്ള വലിയ ക്വസ്റ്റ്യൻ.